अस्सलाम वालेकुम। वालेकुम अस्सलाम रहमतुल्लाहि वबरकातुहू. ഇരിക്കുക കുട്ടിയെ. ഞാൻ ഇരുന്നോളാം, ഇജ്ജ് നീക്കണ്ട, അവിടെ കിടന്നോ. മണിക്കും പോയാപ്പോനും ബാവുട്ടിക്കും സുഖല്ലേ? ഓലാരും എന്നെ കാണാൻ വന്നീല്ലേ? ഓലാരും വന്നിട്ടില്ല. ഓൽക്ക് ഒഴിവ് കിട്ടായിട്ടാണ് കാലം. ഞാൻ ഇതുവരെ എന്നെ കാണാൻ വന്നിട്ടില്ല. ഇജ്ജ് എന്നോട് ക്ഷമിക്കണം. അസം കുട്ടിയെ, ഞാനും ഇജ്ജും പോയാപ്പോ ബാവുട്ടി മണി ഈ കൈൻ്റെ പേരിൽ പോലായിരുന്നു. എനിക്കൊരു സോക്കട് വന്ന് ആരുമില്ല. അങ്ങനെ ഇജ്ജ് പറയരുത് മൂസക്കുട്ടിയെ. അനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഇജ്ജ് ബേജാറാകണ്ട. എനിക്ക് ആരെ പൈസയും വേണ്ട. നിങ്ങൾ ബന്ധുവിനെ ആശ്വാസപ്പെടുത്തില്ല. വലിയൊരു സമാധാനമായിരുന്നു എനിക്ക്. മൂസക്കുട്ടിയെ, അനക്ക് എന്തെങ്കിലും വലിയ ആഗ്രഹം ഉണ്ടോ? ചായ, പൊറാട്ട, ബിരിയാണി എന്തെങ്കിലും? കുട്ടിയെ, അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആഗ്രഹിച്ച് അതൊക്കെ മരവിച്ച് പോയടോ. ഇനിയൊന്നും അതിനുള്ള ആവശ്യമില്ലടോ എനിക്ക്. അതൊന്നും മരവിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് കൊടുന്നേരാം. എനിക്ക് ഒന്നും വാങ്ങിക്കൊണ്ടില്ല. എനിക്ക് എന്നെ കണ്ടീന്, എനിക്ക് വന്നീന് വളരെ സന്തോഷമുണ്ട്. മൂസക്കുട്ടിയെ, കാര്യമല്ല, അസുഖം മാറോടോ. സമാധാനപ്പെടിച്ച്. എന്ത് സമാധാനം? മരിക്കുന്നത് വരെ കരയാനാണ് എൻ്റെ വിധി. എന്നാ ഞാൻ പോട്ടെ. താട്ടിനോടും മണിനോടും കോയാപ്പിനോടും എൻ്റെ അന്വേഷണങ്ങൾ പറഞ്ഞോണ്ടി. ഇനി നമ്മൾ തമ്മിൽ കാണൂല. അങ്ങനെ ഒന്നും പറയില്ല മൂസക്കുട്ടിയെ. അസംകുട്ടിയേജ് വരണേ? എന്താ എൻ്റെ മുഖത്തിനൊരു തെളിവൊന്നുമില്ലല്ലോ. എന്ത് പറ്റി എനക്ക്? മണിയെ, ഞാൻ മൂസക്കൂട്ടിൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. എന്താ എൻ്റെ വർത്താനം? 3 മാസമായിട്ട് കിടപ്പിലായി. നമ്മൾ സ്നേഹിതന്മാരായിട്ട് ഓനൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല. നമ്മൾ ഒന്നിച്ച് നടങ്ങുന്ന ആൾക്കാരായിരുന്നു. കിടപ്പിലായപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. കൊടുക്കാൻ നമ്മളടുത്ത് ഒന്നുമില്ല. എന്നാലും നമ്മൾ പോവേണ്ടതായിരുന്നു. മൂസക്കുട്ടി നിങ്ങളോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കാണൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് തന്നെ ഒന്ന് പോകണം. പോയാപ്പനോട് ബൗട്ടിനോട് ഒന്ന് ചോദിക്കട്ടെ. വൈകണ്ട, ഇന്ന് എന്നെ പേക്കോളി. എന്നാ ഞാൻ പോട്ടെ. അസുഖം വന്നപ്പോ ആരും ഉണ്ടാവില്ല. ആരോഗ്യമുള്ളപ്പോ എല്ലാരും ഉണ്ടാവും. നമസ്കാരം മസുകുട്ടിയെ. നമസ്കാരം. ഞാൻ ഇരുന്നാളാ, ഇയാളെ കിടന്നോ. മുസക്കുട്ടി, ഞാൻ എൻ്റെ അടുത്ത് വരാൻ കുറച്ച് വൈകിപ്പോയി. ഇത് എന്നോട് ക്ഷമിക്കണം. നമ്മള് 4 ആൾ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ്. എനിക്കൊരു സോക്കട് വന്നപ്പോ നിങ്ങൾ 4 ആളും തിരിഞ്ഞു നോക്കിയില്ല. ശരിയാണ് മുസക്കുട്ടി, ഞങ്ങളെത്തി തെറ്റുപറ്റിപ്പോയി. ഇത് ഞങ്ങളോട് ക്ഷമിക്കണം. എന്തായാലും രോഗം ആർക്കും വരാതിരിക്കട്ടെ. അതിന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഒരു രോഗം വരുമ്പോൾ അകന്നു നിൽക്കലല്ല വേണ്ടത്. ആ രോഗിയെ സന്ദർശിക്കണം. ആ രോഗിയെ സമാധാനപ്പെടുത്തും വേണം.
എന്നോട് ക്ഷമിക്കണം മുസക്കുട്ടിയെ. സംകുട്ടിയെ ഞാൻ മൂസക്കുട്ടിയുടെ അടുത്ത് പോയിരുന്നു. അജു അതിൻ്റെ അടുത്ത് പോയിന്നാ? എന്താ ഇന്നത്തെ വിവരം? നമ്മൾ അവനെ കാണാൻ പോവാതിരുന്നത് വളരെ മോശമായി പോയി. വേറെ സ്ഥിതിയും അതേമാതിരിയാവും. ഒരു പായ്ത്താലൊക്കെ കേട്ടാൽ ആരും ഉണ്ടാവില്ല, ഒരു സ്നേഹിതന്മാരും ഉണ്ടാവും. അത് ഇജ്ജ് പറഞ്ഞത് വളരെ സത്യമാണ്.